ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഒറ്റമൈറ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ പാലക്കാടിൽ കുറേ ടൂറിസ്റ്റ് പ്ലേസിനെ പറ്റി പറയാൻ പോണ്. ഈ പാലക്കാടിലുള്ള മിക്കവാറും ആൾക്കാർക്കും അറിയായിരിക്കും, വേറെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പരിപാടിക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റത്തെ സ്ഥലം വരിക്കാശ്ശേരി മനയാണ്. വരിക്കാശ്ശേരി മന എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് ആറാം തമ്പുരാൻ ലാലേട്ടൻ്റെ സിനിമയാണ്. അപ്പോൾ അവിടെ ലാലേട്ടൻ്റെ ഇരുന്ന് ചെയറൊക്കെ ഉണ്ട് ഗൈസ്. ഇപ്പോഴും അവിടെ വൈബ് സ്ഥലമാണ്. നിങ്ങൾ കാണാൻ പോകണ്ടെങ്കിൽ വരിക്കാശ്ശേരി മനയിൽ തന്നെ ഉറപ്പായി നിങ്ങൾ പോകണുണ്ടോ ഗൈസ്. പിന്നെ അവിടെ കുറേ കാണാനുണ്ട്. പ്രേതം, രാപ്പകൽ അങ്ങനെയുള്ള കുറേ സിനിമകളൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ കാണാൻ പാലക്കാട് അവിടെ ടൂർ കാണാൻ പോകണമെങ്കിലും വരിക്കാശ്ശേരി മന സൂപ്പർ പ്ലേസ് ആണ്. നിങ്ങൾ അവിടേക്ക് തന്നെ പോകണം കേട്ടോ ഗൈസ്. ഓക്കെ, നമ്മൾ രണ്ടാമതായി പറയാൻ പോകുന്നത് ടിപ്പു സുൽത്താൻ കോട്ടയാണ്. അവിടെ പണ്ട് ബ്രിട്ടീഷുകാർ നമ്മൾ ഭരിക്കുമ്പോൾ കെട്ടിയ കോട്ടയാണ്. അടുത്ത മതിലുകളൊക്കെ പണ്ട് കെട്ടിയ പോലെ ഇപ്പോഴും ചില സൈഡൊക്കെ ഇങ്ങനെ പൊട്ടി പോലെ നല്ല മനോഹരമായി ഉണ്ടാവും. പിന്നെ ഒക്ടോബർ ടു ഫെബ്രുവരിയാണ് അതിൻ്റെ സീസൺ ഗൈസ്. നിങ്ങൾ പോകണ്ടെങ്കിൽ ഒക്ടോബർ ടു ഫെബ്രുവരിയാണ്. അവിടെ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടാവും. പിന്നെ അവിടെ ഒരു ഗുഹയുണ്ട് ഗൈസ്, മൈസൂര് പോകാനുള്ളത്, വേഗം എത്താനുള്ളത്. പിന്നെ അവിടെ കുറേ ജയിലുകളുണ്ട്. അങ്ങനെ മനോഹരമായ സ്ഥലങ്ങളാണ് ഗൈസ്. അവിടെ ഒക്ടോബർ ടു ഫെബ്രുവരിയാണ് നല്ല സീസണായിട്ട് ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പോകണം കേട്ടോ ഗൈസ്. നമ്മുടെ മൂന്നാമത്തെ സ്ഥലം എന്താ പറഞ്ഞാൽ മലമ്പുഴയാണ്. മലമ്പുഴ പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയും, അടിപൊളി സ്ഥലമാണ്. പിന്നെ അവിടെ ഗാർഡൻ ഉണ്ട്. ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഒക്ടോബർ ടു മാർച്ചാണ് സീസൺ. അപ്പോൾ പോയ അടിപൊളി ഫ്ലവർ ഷോകളൊക്കെ ഉണ്ടാവും. പിന്നെ അവിടെ സ്നേക്ക് പാർക്ക്, ഫിഷ് പാർക്ക് അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ അവിടെ മെയിനായിട്ടുള്ളത് പറഞ്ഞാൽ തന്നെ യക്ഷിയാണ്. യക്ഷിന് കുറേ ചരിത്രങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്കറിയില്ല. എനിക്ക് അത്രയൊന്നും അറിയില്ല ഗൈസ്. പിന്നെ അവിടെ തൂക്കുപാലമുണ്ട് ഗൈസ്. 50 പേര് മേലെ പോയി അത് പൊട്ടി വീഴുന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ തല്ലാണ് ഗൈസ്. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഗൈസ് നമ്മൾ പേടിക്കും. അതിങ്ങനെ ആടുമ്പോൾ നമുക്ക് ഒരുപാട് പേടിയായിരിക്കും. താഴെ പൊട്ടി വീഴും. പക്ഷെ അതൊന്നും ഇല്ലാട്ടോ ഗൈസ്. 50 പേരിൻ്റെയൊക്കെ മേലൊക്കെ പോവുക, അവർ വെറുതെ പറയുന്നതാണ്. പിന്നെ മലമ്പുഴ ഡാമിൻ്റെ മേലെ കൂടെ ഇങ്ങനെ നടക്കാനുള്ള ഒരു ഫുട്പാത്ത് അവർ തയ്യാറാക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം നടക്കുമ്പോൾ തന്നെ നമുക്ക് മതിയാവും. പക്ഷേ അതിൻ്റെ മേലെ കൂടെ നടക്കുക തന്നെ വേണം. അവിടെ നിന്ന് ഡാമുകളൊക്കെ ഫുള്ളായി കാണാൻ നല്ല രസമാണ് ഗൈസ്. പിന്നെ കവ പറഞ്ഞാൽ തന്നെ അടിപൊളിയാണ്. അവിടെ ഈ സീസണിൽ തന്നെ പോകണം. അപ്പോഴേ ഇങ്ങനെ മഴക്കാലത്തൊക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നിറയെ വെള്ളമൊക്കെ ഉണ്ടാവും. ഞങ്ങളൊരിക്കലും ഫാമിലിയോടെ പോയിട്ട് അടിച്ച് പൊളിച്ചിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഗൈസ്. പിന്നെ അവിടെ അരുവിയുണ്ട്. മലേൻ്റെ മേലെ പൊട്ടിയിട്ട് അരുവി ഇങ്ങനെ ഒഴുകി വരും. ആ സമയത്തൊക്കെ പോകണം, വെള്ളം വരുന്ന സമയത്ത്. അവിടെയൊക്കെ ഞങ്ങൾ പോയി അടിച്ച് തിമർത്തിട്ടുണ്ട് ഗൈസ്. അത് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നാലാമതായി പറയാൻ പോകുന്നത് ധോണി വാട്ടർഫോൾസ് ആണ്. അവിടെ വെള്ളച്ചാട്ടം അടിപൊളിയാണ് ഗൈസ്. മനോഹരമായ വെള്ളച്ചാട്ടങ്ങളാണ്. പിന്നെ അഡ്വഞ്ചറൊക്കെ ആയിട്ടൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് തന്നെ പോകണം. ആനകളുടെ നിന്നൊക്കെ രക്ഷപ്പെടണം ഗൈസ്. അവിടെ ആന ഒരു ചവിട്ടുട്ടി നമ്മളെ തെറിച്ചു പോകും. അതുകൊണ്ട് ആനൻ്റെ നിന്നൊക്കെ രക്ഷപ്പെടണം. പിന്നെ നല്ല മനോഹരമായ സ്ഥലങ്ങളാണ്, നല്ല പച്ചപ്പ്. പിന്നെ അവിടെ അട്ട കടിക്കുന്നുണ്ട് ഗൈസ്. കാലിക്കൂടെയൊക്കെ നല്ല ചോരയൊക്കെ എടുക്കുന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകണം എല്ലാവരും. മനോഹരമായി ഞാൻ അവിടെ പോയിട്ടേ ഇല്ല. എനിക്ക് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ പോയിട്ടില്ല. ഇനി വലുതായിട്ട് ഞാൻ പോകണം. എനിക്ക് പോകാനൊരു ഇതുണ്ട്, പക്ഷേ ഇപ്പോൾ പോകാൻ പറ്റില്ല ഗൈസ്. വലുതായിട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ. പാലക്കാട് വരുന്നെങ്കിൽ അത് മെയിനായിട്ട് നിങ്ങൾ പോകണം. മെയിനായിട്ട് പോയിക്കൊണ്ട് ഇപ്പോൾ അവിടെ പോകാനുള്ള സ്ഥലമാണ്. അടിപൊളി പറഞ്ഞാൽ അടിപൊളിയാണ് ഗൈസ്. നിങ്ങൾ പോകാൻ തന്നെ വേണം കേട്ടോ ഗൈസ്. അഞ്ചാമതായി പറയാൻ പോകുന്നത് കൊല്ലംകോടാണ്. കൊല്ലംകോടിൽ നല്ല പ്രകൃതിയുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്. പ്രകൃതിയായിട്ട് നല്ല സൂപ്പറാണ്. പിന്നെ ആ കൊല്ലംകോട് തന്നെ സീതാർകുണ്ടുണ്ട് ഗൈസ്. അവിടെയാണ് രാമനും സീതയും ലക്ഷ്മണനെ കൂടി റെസ്റ്റ് എടുത്ത് എവിടേക്കോ പോകുമ്പോൾ റെസ്റ്റ് എടുത്തെന്നൊക്കെയാണ് കേൾക്കുന്നത്. പിന്നെ അവിടുത്തെ ആൾക്കാർ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. പിന്നെ സീതാർകുണ്ടിൽ വലിയൊരു വെള്ളച്ചാട്ടമുണ്ട് ഗൈസ്. അത് അടിപൊളിയാണ്. അവിടെ നല്ല പച്ചപ്പ് പോലെയാണ്, ഫുള്ള് പാടങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളാണ്. നല്ല സൂപ്പർ സ്ഥലമാണ് ഗൈസ്. പിന്നെ പാലക്കാട് വരുമ്പോൾ അതിലേക്കും കൂടി ഒന്ന് പോകണം. അപ്പോൾ എല്ലാവരും അവിടേക്കും കൂടി പോകണം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കൂ. ബൈ ഫ്രണ്ട്സ്.